യജ്ഞങ്ങൾ ചെയ്യാനും ചെയ്യിക്കാനും ചുമതലപ്പെട്ടവർ ബ്രാഹ്മണന്മാരാണ്. ബ്രാഹ്മണന്മാരിൽ പ്രധാനമായും 7 വിഭാഗങ്ങളുള്ളതിൽ ഏറ്റവും ഉന്നതിയിലുള്ള സർവശ്രേഷ്ഠമായ വിഭാഗമാണ് ഭട്ടതിരിപ്പാടുകാർ. അവർ വിദ്യാഭ്യാസം ചെയ്തിരുന്നത്, അവർ പഠിച്ചിരുന്ന വിദ്യകൾ 14 ആയി വിഭാഗിച്ചിരിക്കുന്നു. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 4 ഉപനിഷത്തുകളും അവയ്ക്ക് പുറമെ 4 ഉപവേദങ്ങളും. വൈഷ്ണവം, ശൈവം, ശാക്തേയം, മാന്ത്രികം, കൗളം എന്നിങ്ങനെ ഭട്ടതിരിപ്പാടുകാർ കൈവയ്ക്കാത്ത മേഖലകളിൽ ഇന്ന് സനാതനധർമ്മത്തിൽ നിലനിൽക്കുന്നില്ല. ഋഗ്, യജുർ, സാമ, അഥർവം ഇവയാണ് 4 വേദങ്ങൾ. യജ്ഞങ്ങളുടെ വിധികളും യജ്ഞങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള മന്ത്രങ്ങളും യജ്ഞവേദത്തിൽ ഉൾപ്പെടുന്നു. യജ്ഞങ്ങളിൽ ഇന്ദ്ര, വരുണാദി ദേവതകളെ സ്തുതിക്കുവാനുള്ള പദ്യങ്ങളാണ് ഋഗ്വേദ മന്ത്രങ്ങളെല്ലാം. യജ്ഞങ്ങളിൽ തന്നെ യഥാകാലം നീട്ടി ഗാനം ചെയ്യുവാനുള്ള മന്ത്രങ്ങളുടെ സമാഹാരമാണ് സാമവേദം. ഋഗ്വേദ പല മന്ത്രങ്ങളും മറ്റും 2 വേദങ്ങളിലുമുണ്ട്. സർവശ്രേഷ്ഠമായ ഭഗവാൻ വരെ ഉപാസന ചെയ്യുന്ന, സർവമൂർത്തികളും ആരാധിക്കുന്ന ദേവീ ഉപാസനയും അതിൻ്റെ മഹത്വവും ദേവീ സാധനയും അതുപോലെ തന്നെ ശത്രു സംഹാരത്തിനും മറ്റും വേണ്ടിയുള്ള ആഭിചാരാദി കർമ്മവിധികളും ഉൾക്കൊള്ളുന്ന വേദമാണ് അഥർവവേദം. ഐഹിക ബല സിദ്ധിക്കു വേണ്ടി മന്ത്രവാദം അഥർവവേദത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ആയുർവേദ, ധനുർവേദങ്ങൾ അഥർവവേദത്തിൻ്റെ ഉപവേദങ്ങളാണ്. ഗന്ധർവവേദമെന്ന് പറയുന്ന സംഗീതവിദ്യയ്ക്ക് സാമവേദത്തിനോടൊപ്പം അടുപ്പം നാട്യവേദത്തിനും 4 വേദത്തിനോടും ബന്ധമുണ്ടെന്നും നാട്യപ്രദർശനം ദേവതാ പ്രീതികരമായ യജ്ഞമാണെന്നും നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്നു. ആയുർവേദധാരികളായ 4 വേദങ്ങളും ഉപവേദങ്ങളുമാണ്. ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം ഇവയാണ് 6 വേദാംഗങ്ങൾ. വേദങ്ങൾ പഠിക്കുമ്പോൾ അനുസരിക്കേണ്ടുന്ന അക്ഷരോച്ചാരണ വ്യവസ്ഥകളാണ് ശിക്ഷയിലെ വിഷയം. വേദമന്ത്രങ്ങളിലെ വാക്കുകൾക്ക് പ്രകൃതിയെന്നും പ്രത്യയമെന്നും 2 വിഭാഗങ്ങളുണ്ട്. അവയുടെ പ്രത്യയങ്ങളുടെ സ്വരൂപവും അർത്ഥവിശേഷവും വ്യാകരണവും മനസ്സിലാക്കിത്തരുന്നു. പ്രകൃതി ഭാഗമായ നാമങ്ങൾക്ക് ധാത്വാർത്ഥം നിർവചിച്ച് അർത്ഥം വർണ്ണിക്കുകയാണ് നിരുക്തം ചെയ്യുന്നത്. പദ്യരൂപങ്ങളായ വേദമന്ത്രങ്ങളുടെ പാദങ്ങളിലെ അക്ഷരക്കണക്കിൽ നിന്നാണ് ഛന്ദസ്സിൻ്റെ ഉത്ഭവം. യജ്ഞങ്ങൾ ചെയ്യുവാൻ വേണ്ടുന്ന കാലജ്ഞാനം ജ്യോതിഷം കൊണ്ട് സമ്പാദിക്കണം. കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന ക്രമവും വിധവും മറ്റും വിവരിച്ചു തരികയാണ് കൽപ്പം ചെയ്യുന്നത്. ഇങ്ങനെ 6 വേദാംഗങ്ങളിൽ ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ് എന്നിവ 4ഉം വേദശബ്ദങ്ങളോടും ജ്യോതിഷവും കൽപ്പവും വേദവിഹിതമായ യജ്ഞങ്ങളോടും ദൃഢബന്ധം പുലർത്തുന്നവയാണ്. അംഗോഭാംഗങ്ങളിലൂടെ വേദങ്ങൾ പഠിച്ചാലേ വേദജ്ഞാനം പൂർണ്ണമാകുകയുള്ളൂ. അർത്ഥബോധത്തോടുകൂടി യജ്ഞങ്ങൾ ചെയ്താലേ തികച്ചും ഫലപ്രദങ്ങളാകുകയുമുള്ളൂ.